നിഗൂഢതകൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മായക്കാഴ്ചകൾ എന്നും നമ്മെ മാസ്മരിക ലോകത്തിൽ എത്തിക്കുന്നതാണ്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ പ്രകൃതി എന്ന വിസ്മയം നമുക്ക് മുന്നിൽ തീർത്തിരിക്കുന്ന മായാവലയങ്ങൾ ഓരോന്നായി കാണാം. ഇതിൽ പലതിനും ഇന്നും ശാസ്ത്രലോകത്തിന് ഉത്തരം ലഭിക്കാത്തതാണ്. അത്തരത്തിൽ ഗവേഷക സമൂഹത്തെ പോലും ഞെട്ടിച്ച ഒരു തടാകത്തെ കുറിച്ച് അറിഞ്ഞാലോ? ആ തടാകമാണ് നട്രോൺ തടാകം. ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം സോഡ തടാകം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. 2013 ഫോട്ടോഗ്രാഫറായ നിക്ക് ബ്രാൻഡാണ് അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയ ചിത്രങ്ങളിലൂടെ ഈ തടാകത്തിന്റെ നിഗൂഢത ലോകത്തിനു മുൻപിൽ ആദ്യമായി എത്തിച്ചത്. കൗതുകമുണർത്തുന്ന ചിത്രങ്ങളായിരുന്നു അവ. ബർമുഡ ട്രയാങ്കിൾ പോലെ പക്ഷികളെയും മൃഗങ്ങളെയും ഇതിലെ വെള്ളത്തിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് ഈ തടാകത്തിനുണ്ട്. എന്നാൽ ഇതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷികളും മൃഗങ്ങളും പിന്നീട് കല്ലുകൾ പോലെയാവുന്നു. ഈ ഒരു പ്രതിഭാസമാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും കട്ടി കൂടിയ ത്വക്കുള്ള പക്ഷികളാണ് ഫ്ലിമിങ്ങുകൾ. ഇത്തരം പക്ഷികൾക്ക് പോലും വളരെ കുറച്ചു നേരം മാത്രമേ ഈ തടാകത്തിൽ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനെ പോലെ കനം കുറഞ്ഞ നേർത്ത ത്വക്കുള്ള ജീവികൾ ഇതിലകപ്പെട്ടാൽ ശരീരം പൊള്ളി ഉരുകിയൊലിക്കാൻ തുടങ്ങുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. എന്താണ് ഈ തടാകത്തിൽ അകപ്പെട്ടു പോകുന്ന പക്ഷികൾക്ക് സംഭവിക്കുന്നത്? ഈ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ അളവനുസരിച്ചാണ് ഇതിലെ ആൽക്കലൈൻ ഘടകങ്ങൾ മാറുന്നത്. തടാകത്തിലെ ക്ഷാരാംശം 12 pH കൂടുതലാണെന്നാണ് കണ്ടെത്തിയത്. ബാക്ടീരിയകൾ തിങ്ങി നിറഞ്ഞതിനാൽ തന്നെ നട്രോൺ തടാകത്തിലെ ജലം കടും ചുവപ്പ് നിറത്തിലാണ് കാണുന്നത്. മൃഗങ്ങളും പക്ഷികളും ഈ തടാകത്തിൽ അകപ്പെടുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യ ലവണങ്ങൾ മൃഗങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് കോശങ്ങളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. കാൽസിഫിക്കേഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ലവണങ്ങൾ മൂലം ഇതിൽ അകപ്പെടുന്ന മൃഗങ്ങൾക്ക് അതിജീവനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് കല്ലുകൾ പോലെ ഈ മൃഗങ്ങൾ ജലത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതത്തിന്റെ രാസപ്രവർത്തനങ്ങളാണ് ഈ തടാകത്തിലെ ജലത്തിന്റെ രാസപ്രവർത്തനങ്ങൾക്ക് കാരണമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. മരിച്ചു മരവിച്ച അനേകം പക്ഷി മൃഗാദികളുടെ ജഡങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ് ഈ തടാകത്തിൽ. കിഴക്കൻ ആഫ്രിക്കയിലെ താൻസാനിയയിലുള്ള നെട്രോൺ തടാകത്തിൽ ആരെയും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണുള്ളത്. മരിച്ചു മരവിച്ച അനേകം പക്ഷി മൃഗാദികളുടെ ജഡങ്ങൾ സ്വയം ശില്പങ്ങളായി ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. നെട്രോൺ തടാകത്തിൽ ഉയർന്ന അളവിലുള്ള സോഡിയം ബൈകാർബണേറ്റിന്റെ സാന്നിധ്യമുണ്ട്. അതിനാൽ ജലത്തിൽ ചത്തു വീഴുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശരീരഭാഗങ്ങൾ ജീർണിക്കുകയോ കേടുപാടുകൾ ഏൽക്കുകയോ ചെയ്യാതെ ശിലാരൂപങ്ങളായി മാറുന്നു. ഇവ തടാകത്തിലൂടെ ഒഴുകി നടക്കുകയോ ചിലത് കരയ്ക്കടിയുകയോ ചെയ്യുന്നു. സോഡിയം ബൈകാർബണേറ്റും സോഡിയം കാർബണേറ്റും ചേർന്നുണ്ടാകുന്ന നെട്രോൺ എന്ന സംയുക്തത്തിന്റെ പേര് തന്നെയാണ് തടാകത്തിന് ഇട്ടിരിക്കുന്നത്. 140 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താപനില ഉയരുന്ന നെട്രോൺ തടാകത്തിലെ ജലം പക്ഷി മൃഗാദികൾക്ക് ജീവഹാനി സംഭവിക്കത്തക്ക വിധം ലവണത്വം നിറഞ്ഞതാണ്. വേനൽക്കാലത്ത് ജലത്തിന്റെ അളവ് കുറയുന്നതോടെ തടാകത്തിൽ ചെറുദ്വീപുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ സമയം ഫ്ലെമിംഗോ പക്ഷികൾ ഇണചേരാൻ ഇവിടെ കൂടൊരുക്കാറുണ്ട്. ഏകദേശം 56 കിലോമീറ്റർ നീളവും 22 കിലോമീറ്റർ വീതിയുമുണ്ട് ഈ തടാകത്തിന്. ഈ തടാകത്തിന് സമീപമുള്ള ദൈവത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഓൾ ഡോയിൻഗോ ലെങ്കൈ എന്ന അഗ്നിപർവ്വതം തടാകത്തിന് പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു പരിധി വരെ കാരണമാകുന്നുമുണ്ട്. നാട്രോ കാർബണേറ്റുകൾ പുറപ്പെടുവിക്കുന്ന ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമാണിത്. അപൂർവമായ കാർബണൈറ്റ് ലാവയാണ് ഈ അഗ്നിപർവ്വതം പുറപ്പെടുവിക്കുന്നത്. ഈ തടാകത്തിലെ ജലത്തിന് കടലിലേക്കോ വലിയ നദികളിലേക്കോ ഒഴുകിപ്പോകാൻ ഒരു മാർഗവുമില്ല. വളരെ ഉയർന്ന ഊഷ്മാവിൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ഉപ്പ് അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള നാട്രോ കാർബണൈറ്റ് ലാവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും വരെ അപകടകരമാം വിധം വിഷമയമാണ്. അങ്ങനെയാണ് തടാകത്തിന് നാട്രോൺ എന്ന പേര് ലഭിക്കുന്നത്. കഠിനമായ സാഹചര്യങ്ങളെ സഹിക്കാൻ കഴിയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് തടാകത്തിന് രക്ത ചുവപ്പ് നിറം ലഭിക്കുന്നത്. ഈ സോഡിയം കാർബണേറ്റിന്റെ നിക്ഷേപം ഒരിക്കൽ ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷൻ പ്രക്രിയയിലും ഉപയോഗിച്ചിരുന്നു അത്രേ. തടാകത്തിൽ നിന്നുള്ള വെള്ളം ശരീരത്തിൽ എത്തുന്നതോടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സോഡിയം കാർബണേറ്റ് ഒരുതരം പ്രിസർവേറ്റീവായി പ്രവർത്തിക്കുന്നതോടെ ഈ ചത്ത മൃഗങ്ങളും പക്ഷികളും കല്ലുപോലെ ആയിത്തീരുന്നു. എന്നാൽ ശാസ്ത്രീയമായി ഇതിന് വലിയ തെളിവുകളൊന്നുമില്ല. മനുഷ്യരെ സംബന്ധിച്ച് ഈ തടാകം കുറിച്ച് അപകടം നിറഞ്ഞത് തന്നെയാണ്. ഇതിൽ നീന്തി തുടിക്കാമെന്നൊന്നും കരുതണ്ട. തടാകത്തിലെ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന അമിത ക്ഷാരവും ഉയർന്ന താപനിലയും മനുഷ്യ ശരീരം കല്ലുപോലെ മരവിപ്പിച്ചു കളയാനും ഒരു മമ്മിയെ പോലെ ആക്കി തീർക്കാനും കെൽപ്പുള്ളതാണ്.